പരിപ്പും തേങ്ങയും ഒന്നും ചേർക്കാതെയുള്ള നല്ലൊരു മുരിങ്ങയില കറി തയ്യാറാക്കാം. അതിനായിട്ട് മുരിങ്ങയില ആദ്യം കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 10 ചുവന്നുള്ളി, 2 പച്ചമുളകും, ഒരു ചെറിയ തക്കാളിയും അരിഞ്ഞിട്ട് എടുത്ത് വെക്കണം. ഇനി മൺചട്ടിയിൽ എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പുമാണ് മൂപ്പിച്ച് കൊടുക്കേണ്ടത്. അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും അത് വഴന്നു വരുമ്പോൾ അതിലേക്ക് ആ പച്ചമുളകും തക്കാളിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് നല്ലപോലെ വഴന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് അത് തണുത്താൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി അതേ മൺചട്ടിയിലേക്ക് തന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഒരു 1/4 ടീസ്പൂൺ മാത്രം കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത ശേഷം കഴുകി വെച്ചിട്ടുള്ള ആ മുരിങ്ങയിലയും അതുപോലെ തന്നെ നമ്മുടെ അരപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയ ശേഷം പാകത്തിന് വെള്ളവും പാകത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് തിളപ്പിച്ചെടുത്താൽ നല്ലൊരു മുരിങ്ങയിലക്കറി തയ്യാറായിട്ടോ.